Hi students, in last class we discussed about analog, digital and discrete signal. Today we will consider how to generate a discrete signal. Generation of discrete signal. A discrete signal is a function of discrete independent variable. A discrete signal can be generated by the following three ways. First, generate a set of numbers and order them in sequence. Generate a set of numbers and order them in sequence. First method എന്ന് പറഞ്ഞാൽ ഇതാണ്, generate a set of numbers and order them in sequence. ഒരു set of numbers generate ചെയ്യുക, ആ നമ്പേഴ്സിനെ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അതെന്തായിട്ട് മാറും? അതൊരു ഡിസ്ക്രീറ്റ് സിഗ്നലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് സിഗ്നലിനകത്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? ഇൻഡിജർ വാല്യൂ ആയിരിക്കും അല്ലേ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏത് വാല്യൂയും പ്രോസസ്സ് ചെയ്യാം, പക്ഷേ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻഡിജർ വാല്യൂ. ഓക്കെ, ഇത് ഫസ്റ്റ് മെത്തേഡ് ഇതാണ്, ജനറേറ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഓർഡർ ദം ഇൻ സീക്വൻസ്. ഫോർ എക്സാമ്പിൾ, നമ്പർ 0, 1, 2, 3 up to n-1 form a RAM sequence and can be expressed as x of n is equal to n. Here n less than or equal to n-1, 0 less than or equal to n-1. കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ എഴുതാം. 0 less than or equal to n less than or equal to n-1. No, actually 0 less than or equal to n. n എന്ന് പറഞ്ഞാൽ n should be between 0 and n-1. n എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിജർ വാല്യൂ ആയിരിക്കും, ലാസ്റ്റിലത്തെ നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 5 എന്ന് പറയുകയാണെങ്കിൽ 0, 1, 2, 3 up to 5 ആണെങ്കിൽ n-1 എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയാമല്ലോ. അപ്പം n-1 സാമ്പിൾസ് ആണ് ആക്ച്വലി ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജനറേറ്റ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഓർഡർ ദം ഇൻ സീക്വൻസ്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുക, ആ നമ്പേഴ്സിനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഇവിടെ നമ്മൾ 0, 1, 2, 3 എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മൾ അറേഞ്ച് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക, n-1 വരെയുള്ള നമ്പറിനെ ജനറേറ്റ് ചെയ്യുക. ദെൻ ആ നമ്പേഴ്സിനെ നമ്മളൊരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 0, 1, 2, 3 up to n-1 വരെയുള്ള നമ്പറായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു റാം സീക്വൻസ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ. അപ്പോൾ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് വരിക നോക്കാം. നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം. എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ സിഗ്നലിൻ്റെ പേരാണ് കേട്ടോ, ഡിസ്ക്രീറ്റ് സിഗ്നലിൻ്റെ പേരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ക്രീറ്റ് സിഗ്നലിനെ എക്സ് ഓഫ് എൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അനലോഗ് ആണെങ്കിൽ എക്സ് ഓഫ് ടി എന്നാണ് നമ്മൾ പറയുക. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ സിഗ്നൽ അതായിരിക്കാം. അപ്പം എക്സ് ഓഫ് 0 എന്തായിരിക്കും? എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? എക്സ് ഓഫ് 1 ആയിരിക്കും. എക്സ് ഓഫ് 2 ഈക്വൽ ടു 2 ആയിരിക്കും. എക്സ് ഓഫ് n-1 എന്തായിരിക്കും? n-1 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരു സിഗ്നൽ നമ്മൾ ജനറേറ്റ് ചെയ്യുക. ഇപ്പോൾ 0, 1, 2, 3, 4 up to n-1 വരെയുള്ള നമ്പറിനെ നമ്മൾ ഈ ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്തായിട്ട് ഫോം ചെയ്യാൻ പറ്റും? ഒരു റാം സിഗ്നലായിട്ട് ഫോം ചെയ്യാൻ പറ്റും. എങ്ങനെ ആക്ച്വലി റാം സിഗ്നൽ? റാംപ് എന്ന് പറഞ്ഞാൽ ഇത് വൈ ആക്സിസ്, ദിസ് ഈസ് എക്സ് ആക്സിസ് ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ ഇവിടെ നമുക്കിവിടെ എഴുതാം. n ഈക്വൽ ടു 0 ആണ്, ഇത് 1, ഇത് 2 അങ്ങനെയാണ് ഇതായിരിക്കും. 0ൽ എക്സ് ഓഫ് 0ൽ 0, എക്സ് ഓഫ് 1ൽ വാല്യൂ 1 ആയിരിക്കും.
ഇതിൽ 2 ആയിരിക്കും, ഇത് 3 ആയിരിക്കും, ഫോർ ആയിരിക്കും, അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ എക്സ് ആക്സിസിൽ എന്താ ആക്ച്വലി വരയ്ക്കാൻ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള n ആയിരിക്കും, ദാറ്റ് ഈസ് ഇൻഡിജർ വാല്യൂസ് ആയിരിക്കും. മനസ്സിലായില്ലേ? വൈ ആക്സിസിലോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 അപ് ടു ഇടം വരെ n-1 വരെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സീനിൽ നമ്മളെന്താ കണ്ടത്? ഇങ്ങനെ ഒരു സീനിൽ നമ്മളെന്താ ഫോം ചെയ്തിരിക്കുന്നത്? റാം സിഗ്നലല്ലേ നമ്മൾ വരയ്ക്കുക? റാമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? ഇങ്ങനെ ഒരു സീനല്ലാണ് റാമ്പ് സീൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയല്ല, കുറച്ചുകൂടെ ക്ലാരിറ്റി പറയുകയാണെങ്കിൽ ഇതാണ് ആക്ച്വലി റാമ്പ് സീൻ എന്ന് പറയുന്നത്. റാമ്പ് സീനലാണ്. അപ്പം ഇത് കണ്ടിന്യൂസ് സിഗ്നലാണ്, അൺലോക്ക് സിഗ്നലാണ്. ഇത് ഡിസ്ക്രീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് വാല്യൂ ഒഴിവാക്കണം, ഇതിന് സാമ്പിൾ. അപ്പോൾ ഈ സാമ്പിൾസൊക്കെ ഇതൊക്കെ നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് മാറും. ഇത് ഡിസ്ക്രീറ്റ് സിഗ്നൽ, ഇത് ഈ ഒരു സിഗ്നൽ ഡിസ്ക്രീറ്റ് ആണ്, ഇതിൻ്റെ ഡിസ്ക്രീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ഓഫ് ജനറേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് signal is generate a set of numbers and order them in sequence. ഏത് സെറ്റ് ഓഫ് നമ്പേഴ്സും കുറേ ടൈപ്പ് നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറേറ്റ് ചെയ്യുക, അതിനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സീക്വൻസ് കിട്ടും. ഓക്കെ, പിന്നെ സെക്കൻഡ് മെത്തേഡ് ഈസ് ന്യൂമറിക്കൽ റിക്കേഷൻ റിലേഷൻ. ന്യൂമറിക്കൽ റിക്കേഷൻ റിലേഷൻ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ന്യൂമറിക്കലി റിക്കേഷൻ റിലേഷൻ ഉണ്ട്. ആ റിലേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ക്രീറ്റ് സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് n-1/2. ഇതാണ് ആക്ച്വലി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് n-1/2 വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 1. ഇനീഷ്യൽ കണ്ടീഷൻ എന്താ? എക്സ് ഓഫ് 0 ആണ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഓഫ് 0ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആണ്. എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0, ഇനീഷ്യൽ കണ്ടീഷൻ്റെ വാല്യൂ, ഇനീഷ്യൽ സിഗ്നലിൻ്റെ വാല്യൂ 1 ആണ്. ഇറ്റ് ഗീവ് ദ സീക്വൻസ് എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു 1/2 റേസ് ടു n. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടാവുന്നതാണ്. അത് ഞാൻ പറഞ്ഞല്ലേ, ഇത് ആക്ച്വലി നേരിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്. എന്നാലും നമുക്ക് കഴിയാവുന്നതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് n-1/2 എന്ന് പറഞ്ഞൊരു ഡിസ്ക്രീറ്റ് സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂമറിക്കൽ റിക്കേഷൻ റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു 1/2 റേസ് ടു n. n-ൻ്റെ വാല്യൂ 0-നും ഇൻഫിനിറ്റിനും ഇടയിൽ, ഇത് ഇൻഫിനിറ്റി ആയിട്ട് വായിക്കണം കേട്ടോ. 0-നും n-ൻ്റെ വാല്യൂ 0 ടു ഇൻഫിനിറ്റി വാല്യൂ ഏത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു 1/2 റേസ് ടു n ആയിട്ട് മാറും. എക്സാം നോക്കാം. അപ്പം ഇതാണ് ന്യൂമറിക്കൽ റിക്കേഷൻ റിലേഷൻ യൂസ് ചെയ്തിട്ട് ഡിസ്ക്രീറ്റ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ n ഇസ് ഈക്വൽ ടു 0, ഈ ഇക്വേഷൻ പ്രകാരം എന്തായിരിക്കും? എക്സ് ഓഫ് 0 എന്താണ്? 1 ആണ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇനീഷ്യൽ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനീഷ്യൽ കണ്ടീഷൻ 1 ആണ്. അപ്പം എക്സ് ഓഫ് 0 ഈക്വൽ ടു എന്താണ്? എക്സ് ഓഫ് 0 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിനെ വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്, ന്യൂമറിക്കൽ റിക്കേഷൻ റിലേഷൻ യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ് ഇത്. ഇവിടെ എക്സ് ഓഫ് 0 എന്തായിരിക്കും? എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 1/2 റേസ് ടു 0 അല്ലേ? n-ൻ്റെ വാല്യൂ അല്ലേ 0 ആവുക? 1/2 റേസ് ടു 0, 1/2 എനി നമ്പർ റേസ് ടു 0 ഈക്വൽ ടു എന്താണ്? 1 ആണ്. അപ്പം ഈ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും എന്തായിരിക്കും? ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഇപ്പം ന്യൂമറിക്കൽ റിക്കേഷൻ റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഡിസ്ക്രീറ്റ് സിഗ്നൽ ഉണ്ടാക്കാൻ പറ്റും. പോട്ടെ, n-ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എക്സ് ഓഫ് n എന്താണ്? എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് n-1/2. എക്സ് ഓഫ് n-1/2 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഓഫ് 1 - 1/2. എക്സ് ഓഫ് 0 - 0/2 ആണ്. എക്സ് ഓഫ് 0 എന്തായിരുന്നു? 1 ആയിരുന്നു. എക്സ് ഓഫ് 0/2 എന്തായിരുന്നു? 1/2 ആണ്. എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 0th പൊസിഷനിലുള്ള എക്സ് ഓഫ് n-ൻ്റെ വാല്യൂ, അതാണ് എക്സ് ഓഫ് 0 എന്ന് പറയുന്നത്. എക്സ് ഓഫ് 1 വരാണെങ്കിലോ nth പൊസിഷനിലുള്ള എക്സ് ഓഫ്
ഡിസ്ക്രീറ്റ് സിഗ്നലിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി സിഗ്നൽ. അപ്പം എക്സ് ഓഫ് എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എന്താണോ അതിനകത്ത് തൊട്ട് മുമ്പുള്ള പ്രീവിയസ് സാമ്പിൾ എന്താണോ അതായിരിക്കും എക്സ് ഓഫ് എൻ മൈനസ് വൺ. അപ്പം എക്സ് ഓഫ് സീറോ, എക്സ് ഓഫ് എൻ വൺ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് സീറോ ആയി തൊട്ട് മുമ്പത്തെ സാമ്പിൾ അതെന്തായിരുന്നു, 1 ആയിരുന്നു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. 1/2 ഈസിക്കൽ ടു 1/2 തന്നെ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് നോക്കിയത്, എക്സ് ഓഫ് എൻ ഈസിക്കൽ ടു 1/2 റേസ് ടു എൻ. 1/2 എന്ന് പറഞ്ഞാൽ എന്താ, 1/2 തന്നെ. ഓക്കെ, ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആകുന്ന സമയത്ത് എക്സ് ഓഫ് 2 ഈസിക്കൽ ടു എക്സ് ഓഫ് 2 മൈനസ് 1 ദാറ്റ് ഈസ് എക്സ് ഓഫ് 1/2. അപ്പോൾ എക്സ് ഓഫ് 1 എന്താ 1/2 എന്നായിരുന്നു അല്ലേ. എക്സ് ഓഫ് 1 എന്തായിരുന്നു ഇവിടെ കിട്ടിയത് 1/2 എന്നായിരുന്നു. അപ്പോൾ 1/2/2 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക 1/4 അല്ലേ. അതാണ് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കിട്ടുന്നത്. ഇനി ഈ ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് യൂസ് ചെയ്തിട്ടാണെങ്കിലോ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1/2 റേസ് ടു 2. 1/2 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താ 1/4. അപ്പോൾ വെൻ എൻ ഈസ് ഈക്വൽ ടു 3, എക്സ് ഓഫ് 3 ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് 3 മൈനസ് 1 ദാറ്റ് ഈസ് എക്സ് ഓഫ് 2/2. എക്സ് ഓഫ് 2 എന്തായിരുന്നു 1/4 ആയിരുന്നു. 1/4/2 എന്ന് പറഞ്ഞാൽ 1/8 ആയിരുന്നു. അപ്പോൾ ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് ഈ റിക്കസീവ് റിലേഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിലോ 1/2 റേസ് ടു എൻ 1/2 റേസ് ടു എൻ 1/4 റേസ് ടു 2 ഈക്വൽ ടു അല്ല 2 അല്ല കേട്ടോ, ഇത് 3 ആണേ. 1/2 റേസ് ടു ഇത് 1/2 റേസ് ടു ആണേ. സോറി 1/2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1/8 ആയിരിക്കും. So x of n is equal to 1/2 raised to n to that. So numerical recursion relations use it we can generate discrete signal. And last method is, third method is uniformly sampling a continuous time waveform and using the amplitude sample and using the amplitude of the samples to form a sequence. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, ഒരു യൂണിഫോംലി ഉള്ള അനലോഗ് സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂണിഫോംലി നമ്മൾ സാമ്പിൾ ചെയ്യുന്നു. സാമ്പിൾ ചെയ്ത് കിട്ടുന്ന സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ആ സാമ്പിൾ എന്ന് പറഞ്ഞ സാധനം ദാറ്റ് ഫോംസ് എ സീക്വൻസ്. ഇവിടെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് നോക്കി നോക്കൂ. എക്സ് ഓഫ് എൻ ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി വേർ ടി ഈസ് ഈക്വൽ ടു എൻ ടി. ടി എന്ന് പറഞ്ഞ സാധനം എന്തായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, എൻ ടി. അപ്പോൾ ഇങ്ങനെ ഒരു സിഗ്നൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്ന ഒരു ഇൻഡിജർ വാല്യൂ ആണ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്, സാമ്പിളിംഗ് പീരീഡാണ്. -∞ ടു n ടു +∞. എന്നിൻ്റെ വാല്യൂ -∞ മുതൽ +∞ വരെയുള്ള ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും എന്ത് കിട്ടും നമുക്ക്, ഈ ഒരു ന്യൂമറിക്കൽ സാമ്പിൾ ചെയ്ത സിഗ്നൽ കിട്ടും നമുക്ക്, സാമ്പിൾസ് കിട്ടും നമുക്ക്. അപ്പോൾ ടി ഈസ് എ സാമ്പിളിംഗ് ഇൻറ്റർവൽ. ദി ജനറേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് സിഗ്നൽ ബൈ സാമ്പിളിംഗ് ആണ്. By sampling an analog ramp wave is shown in figure. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ അനലോഗ് സിഗ്നൽ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂണിഫോമിലി സാമ്പിൾ ചെയ്യുന്നു. സാമ്പിൾ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ, ആക്ച്വലി ഡിവൈഡ് ദ സിഗ്നൽ ഇൻ യൂണിഫോം ഇൻറ്റർവൽ. യൂണിഫോം ഇൻറ്റർവൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സാധനത്തിന് നമ്മൾ എന്ത് പറയുന്നു, സാമ്പിൾ എന്ന് പറയുന്നത്. ഈ സാമ്പിൾ എന്താ, ഇതൊക്കെ ഓരോ സാമ്പിളാണ്. ഈ ലൈൻ ഇതൊക്കെ ഓരോ സാമ്പിളാണ്. ഈ ലൈനൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽ, ഈ സിഗ്നൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഡിസ്ക്രീറ്റ് സിഗ്നൽ ആയിരിക്കും. അതല്ലേ, 0ത്തിൽ വാല്യൂ 0 ആയിരുന്നു, 1ൽ 1 ആയിരുന്നു, 2ൽ 2 ആയിരുന്നു, 3ൽ 3 ആണ്, 4ൽ 4, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. n-1 n-1. ഈ സാമ്പിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി മാറി, ഡിസ്ക്രീറ്റ് സിഗ്നലായി മാറ്റി. ഇത് ആക്ച്വലി എന്തായിരുന്നു, അനലോഗ് സിഗ്നലായിരുന്നു. അപ്പോൾ ഈ അനലോഗ് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂണിഫോംലി സാമ്പിൾ ചെയ്യുന്നു. സാമ്പിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം എന്തായിരിക്കും, ഡിസ്ക്രീറ്റ് സിഗ്നലായിരിക്കും. ഇതിനകത്ത് നമ്മൾ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എന്താ, സാമ്പിളിംഗ് പീരീഡാണ്. അതേതാണ് ആക്ച്വലി സാമ്പിളിംഗ് പീരീഡ് തന്നെ. ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇതിനിടയ്ക്കുള്ള ടൈമിനാണ്, സ്ഥലത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്, 1നും 2നും ഇടയ്ക്കുള്ള ടൈമിനാണ് നമ്മൾ എന്താ പറയുന്നത്, സാമ്പിളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം എക്സ് ഓഫ് ടി സിക്കൽ, നിങ്ങൾക്ക് ആ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. എക്സ് ഓഫ് ടി ഈക്വൽ ടു
of t is equal to x of nt എന്നാണ് പറഞ്ഞത്. or n is a sampling period and t is a sampling period and n is an integer value. അല്ലേ, ഫസ്റ്റ് നോക്കിയാൽ ഞങ്ങൾ എക്സ് ഓഫ് ടി എന്തായി മാറും? എക്സ് ഓഫ് ടിയിൽ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അപ്പോൾ എക്സ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടായിരിക്കും. ഇനി അടുത്തത് എന്തായിരിക്കും? എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ 1 ആയിരിക്കും. എക്സ് ഓഫ് 1 ആയിരിക്കും. 1 ഇൻറ്റു ടി അല്ലേ, ഈ ടൈം പീരീഡ് എത്രയാണോ അത്. ഇതൊരു 0.1 മില്ലി സെക്കൻഡ് ആണെങ്കിൽ 0.1 മില്ലി സെക്കൻഡ്, അല്ലെങ്കിൽ 0.1 മൈക്രോ സെക്കൻഡ് ആണെങ്കിൽ 0.1 മൈക്രോ സെക്കൻഡ്. ഇത് അടുത്തപ്പം 0.2 മൈക്രോ സെക്കൻഡ് ആകും. ഇത് 0.3 മൈക്രോ സെക്കൻഡ് ആകും. ഇത് 0.4 മൈക്രോ സെക്കൻഡ് ആകും. ഓരോ സാമ്പിൾസിനിടയ്ക്കുള്ള ടൈം ഇൻ്റർവൽ എന്തായിരിക്കും? ടി ആയിരിക്കും. അതാണ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ ടി. മനസ്സിലായല്ലേ? അപ്പം ഒരു അനലോഗ് സിഗ്നൽ, ഏത് അനലോഗ് സിഗ്നലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂണിഫോംലി സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം എന്തായിരിക്കും? ആ സാമ്പിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഇപ്പം സൈൻ വേവിനെ നമ്മൾ സാമ്പിൾ ചെയ്യുകയാണെങ്കിലോ ഈക്വൽ ഇൻ്റർവെൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, സ്ലൈസ് ചെയ്യുന്നു. സ്ലൈസ് ചെയ്ത് കിട്ടുന്ന സാമ്പിൾസ് ആക്ച്വലി എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് സിഗ്നലായിരിക്കും. പേര് കറസ്പോണ്ടൻസി സിഗ്നൽ എന്തായിരിക്കും? ഇതായിരിക്കും ആക്ച്വലി ഡിസ്ക്രീറ്റ് സിഗ്നൽ എന്ന് പറയുക. അപ്പോൾ അനലോഗ് സിഗ്നലിനെ യൂണിഫോംലി സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആക്ച്വലി ഡിസ്ക്രീറ്റ് സിഗ്നൽ എന്ന്. സോ ദർ ആർ 3 മെത്തേഡ്സ് ടു ജനറേറ്റ് എ discrete signal. First method എന്തായിരുന്നു? generate a set of numbers and order them in sequence. Second method, using recursion relation, numeric recursion relations. Then third method, uniformly sample an analog signal, and using the sample we can generate a discrete signal. Okay. Next is a system. What is a system? എന്താണ് ഒരു സിസ്റ്റം എന്നുള്ളതാണ്. ഡിജിറ്റൽ DSP നമ്മൾ പറയാമല്ലേ, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആക്ച്വലി എന്താണ് സിസ്റ്റം എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എ സിസ്റ്റം ഇസ് എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് പെർഫോം ആൻ ഓപ്പറേഷൻ ഓൺ സിഗ്നൽ. അപ്പോൾ എനി ഫിസിക്കൽ ഡിവൈസ് which perform an operation on signal, that is called a system. It may be hardware, purely hardware, it may be software, or it may be a combination of hardware and software. അപ്പോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിൻ്റെ കോമ്പിനേഷൻ നമ്മൾ എന്ത് പറയും? ഫേംവെയർ എന്ന് പറയും കേട്ടോ. ഫേംവെയർ, ഇറ്റ് മേ ബി എ ഫേംവെയർ. So a system is a physical device that perform an operation on signal. For example, filter. ഒരു ഫിൽറ്റർ എന്ന് പറഞ്ഞ സാധനം എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? ഒരു സിസ്റ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫിൽറ്റർ which reduces the noise or which filter unwanted signal അല്ലേ. അപ്പോൾ അതാണ് ആക്ച്വലി ഫിൽറ്റർ എന്ന് പറഞ്ഞ സിസ്റ്റംസ് ചെയ്യുന്നത്. അപ്പം ആ ഫിൽറ്ററിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സിസ്റ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു സിഗ്നലിൻ്റെ മേലെ പ്രോസസ്സ് ചെയ്യുന്ന ഈ ഒരു ഫിസിക്കൽ ഡിവൈസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സിസ്റ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഫിൽറ്റർ which is used to reduce the noise in the information bearing signal is called a system. In broader sense, both software, hardware which process a signal can be called system. സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സിസ്റ്റമായിട്ട് നമുക്ക് വിച്ച് പ്രോസസ് എന്നാണ് കേട്ടോ, പ്രോസസ്സറല്ല, വിച്ച് പ്രോസസ് ദി സിഗ്നൽ ക്യാൻ ബി കോൾഡ് എ സിസ്റ്റം. അപ്പം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ ആകാം, സോഫ്റ്റ്വെയർ ആകാം, അല്ലെങ്കിൽ ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും കോമ്പിനേഷൻ ആവാം. അതെന്ത് ചെയ്യും? ഒരു സിഗ്നലിൻ്റെ മേലെ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഇവിടെ നോക്കിയെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ചില അനലോഗ് സിഗ്നൽ, എക്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സിഗ്നലാണ്. ചില ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് ടി ഓർ എക്സ് ഓഫ് എൻ ഈസ് എ ഡിസ്ക്രീറ്റ് ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ ഇൻപുട്ട് സിഗ്നലിനെ നമുക്ക് എക്സൈറ്റേഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ സിസ്റ്റം ആഫ്റ്റർ പെർഫോമിങ് ആൻ ഓപ്പറേഷൻ ഓൺ എ സിഗ്നൽ, ദ സിസ്റ്റം പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് ഓർ ഇറ്റ് പ്രൊഡ്യൂസസ് എ റെസ്പോൺസ്. ദ ഔട്ട്പുട്ട് നമുക്ക് വേറെ എന്താ പറയുക? റെസ്പോൺസ് എന്ന് പറയാൻ പറ്റും. റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം.
ഇതാണ് ആക്ച്വലി ഒരു സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ മേലെ എന്ത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യുന്നത് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിനാണ് സിഗ്നലിൻ്റെ മേലെ എന്ത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യുന്നത് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയും, ആ ഫിസിക്കൽ ഡിവൈസ് നമ്മൾ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞത്. ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാണ്. അത് ചിലപ്പോൾ നമ്മൾ അനലോഗ് സിസ്റ്റം ആയിരിക്കും. അനലോഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അനലോഗ് ആയിരിക്കും. ഓർ ഇറ്റ് മേ ബി എ ഡിജിറ്റൽ സിസ്റ്റം. ദാറ്റ് മീൻസ് that system is constructed using logical device. Anyway, a system is a hardware, or it may be a software, or it's a combination of hardware and software which accept an input signal or excitation and perform an operation on the signal and produces an output signal or response. The operation performed by the system on the signal is called processing. അപ്പം എന്ത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യുന്നത് ആ ഓപ്പറേഷൻ നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, വെൻ വി പാസ് എ സിഗ്നൽ ത്രൂ എ ഫിൽറ്റർ ക്യാൻ സേ ദാറ്റ് എ സിഗ്നൽ ഈസ് പ്രോസസ്ഡ്. അപ്പം ഫിൽറ്ററിനകത്തൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റും, ദാറ്റ് സിഗ്നൽ ഈസ് പ്രോസസ്ഡ്. ഇൻ ദിസ് കേസ് ദി പ്രോസസ്സിംഗ് ഓഫ് ദ സിഗ്നൽ ഇൻവോൾവ്സ് elimination of noise, elimination of the noise or elimination of the interference from the signal. അപ്പം ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റത്തിന് ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്. ആ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ മേലെ എന്ത് ചെയ്യും, ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും. പെർഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ജനറേറ്റ് ചെയ്യും, അത് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും, ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യും. അങ്ങനെ ജനറേറ്റ് ചെയ്ത സിഗ്നൽ നമ്മൾ എന്ത് പറയും, പ്രോസസ്ഡ് സിഗ്നൽ എന്ന് പറയും. ഇൻ ജനറൽ ദ സിസ്റ്റം ഈസ് characterized by the type of operation that it perform on the signal. സിസ്റ്റത്തിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു ദ ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ദി സിഗ്നൽ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുന്നത് the operation performed by a system, according to the operation performed by a system, the system can be characterized by different types. If the operation of the signal is operation of the system is performed on this system performed on the signal is linear, then system is known as linear system. If the operation on the signal is non-linear, the system is said to be non-linear. The system perform ചെയ്യുന്നത് ലീനിയർ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ സിസ്റ്റം എന്ന് പറയും. നോൺ ലീനിയർ ആണെങ്കിൽ നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറയും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എനിവേ സിസ്റ്റം ഏത് ടൈപ്പാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓപ്പറേഷനാണോ സിഗ്നലിൻ്റെ മേലെ പെർഫോം ചെയ്യുന്നത് എന്ന് തീരുമാനിച്ചിട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, DSP. The digital signal processing is the processing of signal by digital systems. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുന്നതിനല്ല പറയാം. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് is the processing of signal by digital means or digital techniques. If you are performing an analog operation or analog processing techniques, then it is called analog signal processing. It's not a digital signal processing. ഏത് സിഗ്നലിൻ്റെ മേലെയും either it may be analog or digital, you are using digital techniques to process a signal, then it is known as a digital signal processor. Processing നമുക്ക് digital signal processing എന്ന് പറയാൻ പറ്റും. The digital system are either software, hardware or firmware. If the processing is done by a digital computer, then the operation performed on a signal is according to the direction of the software written in the computer. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടായിരിക്കും സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും, ആ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആണെന്ന് പറയാൻ പറ്റും, സോഫ്റ്റ്വെയർ ആണെന്ന് പറയാൻ പറ്റും. The digital processing on the signal may be performed by digital hardware, logic circuit. Also, the digital system can be realized by firmware. ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ്
DSP, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ അല്ല, ഇറ്റ്സ് പ്രോസസ്സിങ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ മെയിൻ ചെയ്യുന്നത്. അപ്പം എന്താണ് ഒരു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. Here x of t is an input signal, and after performing operations on the signal, it produces a y of t output, y of t. There are different blocks available in the digital signal processing, and first one is anti-aliasing filter. That means the input signal is directly given to anti-aliasing filter. It's a low pass filter, and it reduces the high frequency glitches, high frequency noises from the signal. The figure shows the block diagram of typical digital signal processing, where analog signal is input signal, analog is the input signal, and നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് അനലോഗ് സിഗ്നൽ പ്രോസസ്സിംഗ് അല്ല, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്. അപ്പം ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അനലോഗ് സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യും, ആൻറ്റി എലിയാസിങ് ഫിൽറ്ററിനകത്ത് നമ്മൾ കൊടുക്കും. അത് സിഗ്നൽ ആൻറ്റി എലിയാസിങ് ഫിൽറ്ററിനകത്ത് കൊടുക്കുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫ്രം എ സിഗ്നൽ ഈസ് ഫ്രം എ ട്രാൻസ്ഡ്യൂസർ ഓർ എ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ, ഓർ ഇറ്റ് മേ ബി എൻ EEG ഓർ ECG. അപ്പോൾ എപ്പോഴും DSP സിഗ്നൽ പ്രോസസ്സിങ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മൾ DSP പ്രോസസ്സിനകത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ DSP പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുക്കുന്ന സിഗ്നൽ അതൊരു ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് ആവാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ആവാം, അല്ലെങ്കിൽ EEG ആവാം, ECG ആവാം, ഏത് അനലോഗ് സിഗ്നലോ ഡിജിറ്റൽ സിഗ്നലോ ഏത് വേണമെങ്കിലും ആവാം. എനിവേ അനലോഗ് സിഗ്നലാണെങ്കിലും ഡിജിറ്റൽ സിഗ്നലാണെന്നുണ്ടെങ്കിലും, നോർമലി അനലോഗ് സിഗ്നലാണെന്ന് കൺസിഡർ ചെയ്യും. അനലോഗ് സിഗ്നലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇറ്റ് ഗിവൺ ടു ആൻറ്റി എലിയാസിങ് ഫിൽറ്റർ. That is a low pass filter used to remove high frequency noises to band limit the signal. അത് ആക്ച്വലി ബാൻഡ് ലിമിറ്റ് ചെയ്യാനാണ്. ഹൈ ഫ്രീക്വൻസി ഗ്ലിച്ചസ് ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ പാസ് ആൻറ്റി എലിയാസിങ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. പവർ സപ്ലൈക്കകത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ നോയ്സസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് റിമൂവ് ചെയ്യാം. അങ്ങനത്തെ ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് സെക്ഷനകത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ എന്താണെന്ന് നോക്കി നോക്കും നിങ്ങൾ. സാമ്പിൾ ആൻഡ് ഹോൾഡ്. ഇത് ആക്ച്വലി ഇത്രയും ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ ആൻഡ് ഹോൾഡ് എന്തിനാണ്, ഇത് അനലോഗ് ടു ഡിജിറ്റലി കൺവേർട്ട് ചെയ്യാനാണ്. ഇത് അഗെയിൻ ഡിജിറ്റൽ ടു അനലോഗ് ആയിട്ട് തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യാനാണ്. അപ്പോൾ സാമ്പിൾ ആൻഡ് ഹോൾഡ് ചെയ്യാൻ എന്തിനാണ് ചെയ്യുന്നത്, സാമ്പിൾ ചെയ്തിട്ട് ആ വാല്യൂ ഹോൾഡ് ചെയ്ത് വെക്കണം അല്ലേ. ഇങ്ങനെയുള്ളൊരു അനലോഗ് സിഗ്നലാണെന്ന് ഇരിക്കുക. അപ്പോൾ അതിനെന്ത് ചെയ്യണം, യൂണിഫോമിലി ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, സാമ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ. ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ വാല്യൂ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്ത് വെക്കണം. ഇവിടെ നിന്ന് ഇവിടം വരെ അല്ല, അടുത്ത സാമ്പിൾ വരെയുള്ള വാല്യൂ എന്തായിരിക്കണം, അത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കും. അതിനാണ് സാമ്പിൾ ആൻഡ് ഹോൾഡ് എന്ന് പറയും. അതിനുള്ള സർക്യൂട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ എനിവേ നെക്സ്റ്റ് സെക്ഷൻ ഇസ് സാമ്പിൾ ആൻഡ് ഹോൾഡ്. സാമ്പിൾ ആൻഡ് ഹോൾഡ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ്സ് ഡിവൈഡ് ദി signal into analog signal into uniform interval and hold the same value up to the next sample. ആ സെയിം വാല്യൂ ഓരോ സാമ്പിളിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണോ ആ മാഗ്നിറ്റ്യൂഡ് നെക്സ്റ്റ് സാമ്പിൾ വരെ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് വയ്ക്കും. കാരണം ഡിസ്ക്രീറ്റ് സിഗ്നലിനകത്ത് സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റ്വീൻ ദ ടു സാമ്പിൾസ് ദ സിഗ്നൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. സിഗ്നലിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെ 0 ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ സാമ്പിൾ ചെയ്ത വാല്യൂ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ദ ആംപ്ലിഫയർ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു ആൻറ്റി എലിയാസിങ് ഫിൽറ്റർ. ആൻറ്റി എലിയാസിങ് ഫിൽറ്റർ കഴിഞ്ഞാൽ നെക്സ്റ്റ് സാമ്പിൾ ആൻഡ് ഹോൾഡ് ആണ്. സാമ്പിൾ ആൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി അതിനെ നമുക്ക് ഈ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സാമ്പിൾ ചെയ്ത വാല്യൂ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ADCക്കകത്ത് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ADC എന്ന് പറഞ്ഞാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. അപ്പം നെക്സ്റ്റ് സെക്ഷൻ ഈസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ടെക്നിക്സ് യൂസ് ചെയ്യാനാണ്. സോ
before processing the signal should be converted into a digital form. അപ്പോൾ അതിനാണ് ആക്ച്വലി അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ടർ യൂസ് ചെയ്യുന്നത്. അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നലിനെ ഫോമാറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി എന്ത് സാമ്പിൾ ആൻഡ് ഹോൾഡ് എന്നാണ് സർക്യൂട്ട്. ദെൻ അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സിഗ്നലിനെ ക്വാണ്ടൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പ്യുവർ സിഗ്നലായിട്ട് മാറ്റുന്നു, പ്യുവർ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നു. ക്വാണ്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം എന്തായിരിക്കും, ഒരു ബൈനറി ബിറ്റ് പാറ്റേൺസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സാമ്പിൾസിനും കറസ്പോണ്ടിങ് എത്ര ബിറ്റ് ഉണ്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എത്ര സാമ്പിൾസ് ഒരു ടൈം പീരീഡിൽ നമ്മൾ സാമ്പിൾ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ആയിരിക്കും. എനിവേ അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർഷൻ എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഈ സാധനം ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ പ്യുവർലി ഡിജിറ്റൽ വാല്യൂ ആണ്. ആൻഡ് ദിസ് ഡിജിറ്റൽ സിഗ്നൽ ഈസ് പ്രോസസ്ഡ് ബൈ യൂസിങ് DSP, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ പ്രോസസ്സ് ചെയ്യും, അതിനെ ഫിൽട്ടർ ചെയ്യാം, അതിനെ ഒരു പെർട്ടിക്കുലർ സിഗ്നലിനെ നമുക്ക് ആഡ് ചെയ്യാം, രണ്ട് സിഗ്നൽസിനെ കോൺകാറ്റിന് ചെയ്യാം, കമ്പൈൻ ചെയ്യാം, അങ്ങനെയുള്ള എല്ലാവിധ പ്രോസസ്സും ഈ ഡിജിറ്റൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റും. സോ വൺസ് അൺലോക്ക് സിഗ്നലിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിജിറ്റൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ DSPയുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഡിജിറ്റൽ വാല്യൂ ആയിരിക്കും. Then next processing is to convert these digital samples into processed digital sample into analog. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ യൂസ് ചെയ്യും. ജസ്റ്റ് ഓപ്പോസിറ്റ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ യൂസ് ചെയ്യും. ദെൻ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ത് ചെയ്യും, ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതെന്തായിരിക്കില്ല, ഒരു സ്മൂത്ത് അനലോഗ് സിഗ്നലായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, റീകൺസ്ട്രക്ഷൻസ് ഫിൽറ്റർ യൂസ് ചെയ്യും. ആക്ച്വലി റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ എ low pass signal to eliminate high frequency components that the output DAC is applied to a reconstruction filter. The output of the reconstruction filter is smooth and continuous signal. ഇപ്പോൾ നോർമലി അനലോഗ് ടു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് തന്നെ സ്മൂത്ത് ആയിരിക്കില്ല, അത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള സഡൻ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു സിഗ്നലായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ലോ പാസ് ഫിൽറ്റർ ആയിട്ടുള്ള എന്ത് യൂസ് ചെയ്യുന്നത്, റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോ റീകൺസ്ട്രക്ഷൻ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് ഓൾമോസ്റ്റ് എന്തായിരിക്കും, അനലോഗ് ആയിരിക്കും, പ്രോസസ്ഡ് അനലോഗ് സിഗ്നൽ ആയിരിക്കും. സോ ഇൻപുട്ട് ഈസ് അനലോഗ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദി DSP സിഗ്നൽ DSP പ്രോസസ്സർ ഈസ് ഓൾസോ ആൻ അനലോഗ്. ആകെ ഡിഫറൻസ് എന്താണ്, ഈ ഇൻപുട്ട് സിഗ്നൽ X(t) എന്ത് ചെയ്തിട്ടുണ്ടാകും, ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും എന്ത്, Y(t) എന്നല്ല. സോ Y(t) ഈസ് ഈക്വൽ ടു പ്രോസസ്ഡ് സിഗ്നൽ ഓഫ് X(t). മനസ്സിലായില്ലേ? ദെൻ ആക്ച്വലി DSPയുടെ ബ്ലോക്ക് ഡയഗ്രം, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയും. ഓക്കെ.